ഹലോ, നമുക്ക് ഐബ്രോസ് എങ്ങനെ സിമ്പിളായിട്ട് ഫില്ല് ചെയ്തെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാർസിൻ്റെ ഐബ്രോ പൗഡർ പാലറ്റാണ്. പിന്നെ ഒരു ആംഗിൾഡ് ബ്രഷുമാണ് എൻ്റെ കയ്യിലുള്ളത്. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നമ്മൾ എപ്പോഴും ഐബ്രോസിൻ്റെ ആർച്ച് ഏരിയ അല്ലെങ്കിൽ ഐബ്രോസിൻ്റെ പീക്ക് പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പീക്ക് പോയിൻ്റ് മാക്സിമം ഒരു കർവാക്കി ചെയ്യുന്നതായിരിക്കും ഭംഗി. അവിടെ ഒരു സ്ക്വയർ പോലെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടെ മുഖം ഒരു ദേഷ്യം പിടിച്ചിരിക്കുന്ന കണക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ മാക്സിമം അവിടെ ഒരു കർവ് കണക്ക് കൊണ്ടുവരാൻ നോക്കുക. പിന്നെ നമ്മൾ മുന്നോട്ട് ഫില്ല് ചെയ്യുന്തോറും കൂടുതൽ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാതെ നമ്മുടെ ബ്രഷിൽ ബാലൻസ് എന്ത് പ്രൊഡക്റ്റ് ഉണ്ടോ അത് യൂസ് ചെയ്ത് ഫ്രണ്ടിലോട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഇതിനായിട്ട് നമുക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം, പൗഡർ പാലറ്റ് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ഐബ്രോ പൊമേഡ് യൂസ് ചെയ്യാം. ഏത് തന്നെ ആയാലും നമ്മൾ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് മറ്റൊരാൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഫീൽ ചെയ്യത്തില്ല. എപ്പോഴും ഒരു ഡാർക്ക് ബ്രൗൺ കളറൊക്കെ ആയിരിക്കും ഐബ്രോസ് ഫില്ല് ചെയ്യാൻ ഏറ്റവും നല്ലത്. നമുക്ക് ഐബ്രോ പെൻസിലാണെങ്കിലും പൗഡറിലാണെങ്കിലും നമുക്ക് ഡാർക്ക് ബ്രൗൺ കളർ അവൈലബിൾ ആണ്. ഇവിടെ എൻ്റെ ഐബ്രോസ് തമ്മിൽ നല്ല ഗ്യാപ്പുണ്ട്, അതുപോലെ ഐബ്രോസിൻ്റെ ഉള്ളിലും ഗ്യാപ്പുണ്ട്. ഞാനത് ഈ പൗഡർ യൂസ് ചെയ്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. രണ്ട് ഐബ്രോസും ഒരുപോലെ തന്നെ ഫില്ല് ചെയ്തെടുക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. നമുക്കൊരു നോ മേക്കപ്പ് ലുക്കൊക്കെ ചെയ്യുമ്പോൾ ഐബ്രോസ് ഇതുപോലെ ഫില്ല് ചെയ്ത് ഒരു ലിപ്സ്റ്റിക്കും യൂസ് ചെയ്യണമെങ്കിൽ വളരെ നന്നായിട്ട് തന്നെ നമുക്ക് ഒരുങ്ങി പോകാൻ സാധിക്കും. ഇവിടെ ഞാൻ എൻ്റെ രണ്ട് ഐബ്രോസും ഫില്ല് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.